പോസ്റ്റ് കാർഡുകളും ഇല്ലന്റുകളും ഓർമ്മയായി മാറിയെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മാറുന്ന കാലത്തിലും ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ഒപ്പം നിൽക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന കൊറിയർ സംവിധാനവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. മറ്റു കൊറിയർ കമ്പനികൾ ഈടാക്കുന്നതിൻ്റെ പകുതി പണമേ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ അയക്കുമ്പോൾ ചിലവാകുന്നുള്ളൂ എന്ന പ്രത്യേകതയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സേവനത്തിനുണ്ട്. ഒരു കാലത്ത് രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയബന്ധങ്ങൾ നിലനിർത്തിയിരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ്. എന്നാൽ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഇല്ലന്റും പോസ്റ്റ് കാർഡുകളും വിസ്മൃതിയിലേക്ക് മറഞ്ഞപ്പോൾ മറ്റു സേവനങ്ങൾ എത്തിച്ചു നൽകിയും മാതൃകയാവുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ അയക്കുവാനുള്ള സൗകര്യവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി കൊറിയർ അയക്കുമ്പോൾ മറ്റു കൊറിയർ കമ്പനികളെ അപേക്ഷിച്ച പകുതി പണമേ മുടക്കാവുന്നുള്ളൂ എന്നാണ് തപാൽ വകുപ്പ് വഴി കൊറിയർ അയച്ച അനുഭവ പാഠമുള്ളവരും പറയുന്നത്. സുഹൃത്ത് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ അവർ ഇതിനൊരു ഫിക്സഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പിന്നീടാണ് അത് ബോധ്യപ്പെട്ടത്. നമുക്കറിയാം, ഇതിനകത്ത് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ട്. 500 ഗ്രാം വരെ ഉള്ളതിന് 42 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പിന്നീട് വരുന്ന ഓരോ അര കിലോയ്ക്കും 20 രൂപ വെച്ചുള്ള വർധനമാണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് അതേ സാധനം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം DTDC കൊറിയർ സർവീസിൽ കൊടുത്തു. DTDC കൊറിയർ സർവീസിൽ കൊടുത്തതിൻ്റെ റെസീറ്റാണിത്. അതേ സാധനം തന്നെ 300 ഗ്രാം സാധനം വെച്ചപ്പോൾ 80 രൂപ അവർ മിനിമം ചാർജായിട്ട് വാങ്ങിച്ചിരിക്കുന്നു. 500 ഗ്രാം തൂക്കമുള്ള പാഴ്സൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ഈടാക്കുന്നത് 42 രൂപയാണ്. എന്നാൽ ഇതിന് മറ്റു കൊറിയർ സർവീസുകൾ ഈടാക്കുന്നത് 80 രൂപയാണെന്നും സ്ഥിരമായി തപാൽ വകുപ്പിന്റെ കൊറിയർ സർവീസിനെ ഉപയോഗപ്പെടുത്തുന്ന റെജി ഞള്ളാനി പറയുന്നു. പകുതിയോളം പണം ലാഭിക്കാമെന്നത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ഉത്തരവാദിത്തത്തോടെ ഈ സേവനം ലഭ്യമാക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്.